അധികം പൊക്കിയ പന്തൽ ആകാശത്തെത്തും. എന്നാ ഒരു 2 രഞ്ച് താത്തിക്കോളൂ. അങ്ങോട്ട് 2 രഞ്ച് താത്തിക്കോളൂ. എനിക്കൊരു സംശയം, പന്തലിന് വലിപ്പം പോരത് നേരാ. രാധയുടെ നിശ്ചയത്തിന് നാട്ടുകാർ മുഴുവൻ വരുന്ന ഉറപ്പാ. പാതി വരെ വെയിൽത്തിരുന്ന് ശരിയല്ലല്ലോ. ഇതുപോലെ ഒന്നും കൂടി സംഘടിപ്പിച്ച വടക്കേ മുറ്റം കൂടി തണുപ്പിക്കാം. വടക്കേ മുറ്റം മാത്രമല്ല, നടവഴി വരെ നമ്മളാണ് തണുപ്പിക്കും. ഇതുപോലെ 2 കൂടി വരുന്നുണ്ട്. നല്ല നീ വേഗം ജീപ്പ് ഇറക്കി അതും കൂടി എടുത്തോണ്ട് വാ. ജീപ്പ് ഇറക്കാനൊന്നുമില്ല, ഇറക്കത്തിൽ നിർത്തിട്ടാ വന്നത്. ഒന്ന് തള്ളി തന്ന അപ്പൊ സ്റ്റാർട്ടാവും. ഞാൻ തള്ളിത്തരാടോ. ഒരു അധികാരി തള്ളി എന്താ ജീപ്പ് സ്റ്റാർട്ടാവില്ലേ? സ്റ്റാർട്ട് ആവും. എന്നെ അധികാരിപ്പടിയിൽ ഇറക്കുക. നിശ്ചയാകുമ്പോഴേ ഞങ്ങൾ എത്തും. ചെക്കന്റെ ആൾക്കാരിങ്ങ് എത്തുന്നതിന് മുമ്പ് അധികാരി എത്തണം. എത്തും എന്ന മാഷോടൊന്ന് പറഞ്ഞിട്ട് പോവാം. മാഷേ, മാഷ് രാവിലെ തന്നെ വീണ്ടും കിടന്നു. അച്ഛൻ കിടക്കല്ല, ഇരിക്കുക. അത് മനസ്സിലായി. ഇരുന്നുറങ്ങിയാലും കിടന്നുറങ്ങിയെന്നാ വിവരമുള്ളവര് പറയാ. ആരായി ഇരുന്നുറങ്ങണമെന്ന് അറിയോ ദിനകരന്? അധികാരിക്ക് എന്താ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? അതെന്റെ അച്ഛനല്ലേ. ഇനി അച്ഛനല്ല എന്ന് പറയാൻ പോവാ? ഏയ്, സത്യം പറഞ്ഞ അച്ഛൻ തന്നെയാ. എന്നാലും ഒരച്ഛാന്ന് വിളിച്ചാ പോരാ, കോടാനുകൂടി അച്ഛാന്ന് വിളിക്കണം. അത്രയും സത്യസന്ധനും നീതിമാനും ധർമ്മിഷ്ഠനുമായ ഒരു അച്ഛനായത്. കുളി കഴിഞ്ഞ് ചന്ദ്രപ്പൊട്ടും തൊട്ടുള്ള ഇരിപ്പ് കണ്ടില്ലേ? ഈ നേരത്തെ യാത്ര പറഞ്ഞ മാഷെ ഞാൻ ഉപദ്രവിക്കുന്നില്ല. പോയിട്ട് വരാം. അച്ഛാ, 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 അച്ഛാ. എന്താടാ? ഉറങ്ങിയതാണോ കാറ്റ് പോയതാണോ നോക്കിയതാ. കാറ്റുണ്ടോന്ന് അറിയാൻ എന്തിനാടാ രാമനാമം ചെല്ലണ പോലെ അച്ഛാ അച്ഛാന്ന് വിളിക്കണേ? മൂക്കില് വിരൽ വെച്ച് നോക്കിയാ പോരെ? അച്ഛൻ ഒരച്ഛനല്ല, ഒരുപാട് അച്ഛനാണെന്ന് അധികാരി പറഞ്ഞു. അതുകൊണ്ടൊന്ന് വിളിച്ചു നോക്കിയതാ. ഇനി അച്ഛൻ ഉറങ്ങിക്കോ. മോന്റെ അച്ഛൻ ഹാവു എന്റെ അടുത്തേ, ഞാൻ ഇനി ഇത് എവിടെയാ പോയി തരിക? അതാരുടെ കാല? എന്റെ കാല. ചെറിയമ്മ എന്താ ഇവിടെ? നിന്റെ കാലുമേ പാദസരം ഉണ്ടായിരുന്നല്ലോ, അതെവിടെ? അത് കുളിക്കുമ്പോ ഞാൻ അഴിച്ചു വെച്ചു. അസലായി. ഇന്ന് നിന്റെ കല്യാണം നിശ്ചയിട്ടാ അത് അഴിച്ചു വെക്ക. അതൊക്കെ ഇട്ടിത്തിരി ശബ്ദം ഉണ്ടാക്കടി. ഏടത്തിയുടെ നിലവിളക്ക് ഈ കട്ടിലിനിടയിലുണ്ടെന്ന് ദിനകരൻ പറഞ്ഞിട്ട് അതിവിടെ കാണാനില്ലല്ലോ. ആരെങ്കിലും കട്ടോണ്ട് പോയോ ആവോ? നാട് നിറച്ച് കള്ളന്മാരാ. എന്താ ചെയ്യാ? അതിനാല് വിഷുക്കണി വെക്കാൻ ചെറിയച്ഛൻ കൊണ്ടുപോയതല്ലേ, പിന്നെ ഇങ്ങോട്ട് വന്നിട്ടില്ല. ഓ, ഞാൻ ഇനി എവിടെയാ പോയി തെരയ എന്റെ ഈശ്വരാ? ഒരിടത്തും കാണാനില്ലല്ലോ. കണി വെക്കാൻ എടുത്തോണ്ട് പോയ ഏടത്തിയുടെ നിലവിളക്ക് നിങ്ങൾ എവിടെയാ കൊണ്ടുവച്ചത്? കിട്ടി എന്റെ കൃഷ്ണ. ഞാനിത് തെരയാത്ത സ്ഥലമില്ല. മാഷിന്റെ അതേ ഏടത്തേക്ക് വിളക്ക് വെക്കാൻ പോവാ. എന്തിനാ ഇങ്ങനെ ഓടിക്കതച്ച് സോപ്പ് പതിപ്പിക്കണത്? താടി പിടിക്കല്ലേ? രാത്രി ചാർജൊന്നും അല്ലല്ലോ. വിളക്ക് കിട്ടിയടാ. ഇത്തിരി പുളിയും എണ്ണയിലിട്ട് ഒരു പിടി പിടിച്ച ഏട്ടത്തിന്റെ കളർ വെക്കും, തിളങ്ങും. ഇത്തിരി മഞ്ഞളും മസാലപ്പൊടിയും ചേർത്ത് കടുകും കൂടി വറുത്തിട്ട് ഏടത്തിയുടെ വാസനയും കിട്ടും. ഈ വീട്ടിൽ എത്ര വിളക്കുണ്ട്, ഇത് തന്നെ അങ്ങോട്ട് കത്തിച്ചു വെക്കുന്ന ഇവൾക്ക് എന്താ അത്ര നിർബന്ധം? ശരിയായിട്ട് ഇത് തന്നെ കത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധ. എനിക്ക് മാത്രമല്ല, ഏടത്തിക്ക് നിർബന്ധ. അച്ഛൻ ചെറിയൊരു മയക്കത്തിലാ. അയ്യോ, ഒന്നുമില്ല, ഉറങ്ങുക. ഇന്നലെ രാത്രി ഒരു 5 മിനിറ്റ് പോലും അച്ഛൻ ഉറങ്ങിണ്ടാവില്ല. ഉറങ്ങൂല്ല. ഇന്ന് നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിയണ വരെ നിന്റെ അച്ഛൻ ഉറങ്ങൂല്ല, ഉറക്കം വരൂല്ല. മാധവൻ തട്ടാന്റെ അടുത്ത് രാധയ്ക്ക് ഒരു കമ്മല് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം. എത്ര പവന്റെ കമ്മല്? 2 പവന് 1/2 പവൻ കുറയും എന്ന് വെച്ചാ 1.5 പവൻ. എന്നാ പിന്നെ 6 പവന് 4.5 പവൻ കുറയുമെന്ന് പറഞ്ഞോളെ. കേൾക്കുമ്പോ ഒരു അന്തസ് ഉണ്ടാവില്ലോ. പൊന്നിന്റെ കാര്യമാവുമ്പോ ഇത്തിരി കൂട്ടി പറയണേൽ ഒരു തെറ്റുമില്ല. ഏടത്തിയുടെ നിശ്ചയത്തിനും ഇതുപോലെ അച്ഛൻ എന്നൊരു കമ്മല് പണിതു. അതും 2 പവന് 1/2 പവൻ കുറവായിരുന്നു. വിഷമം വന്നപ്പോ ഓരോന്ന് പോയ കൂട്ടത്തില് ആ കമ്മലും തുമ്പശ്ശേരിക്കുറിപ്പ് കൊണ്ടുപോയി. പോലീസ് വേഷം കെട്ടി താടിയും പിടിച്ച് നിക്കാന്നല്ലാണ്ട് ആ തുമ്പശ്ശേരിക്കുറിപ്പിനെ തളയ്ക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയണില്ലല്ലോ. ഇവിടെ ഓരോ വിശേഷം വരുമ്പോഴും മനസ്സിൽ വരണത് ആ ദുഷ്ടന്റെ മുഖം. കണ്ണടച്ചിരുട്ടാക്കിയാലും ആ മുഖം പോവില്ല. ഇങ്ങനെ തുറച്ചു നോക്കും. ഇന്നിവിടെ രാധയുടെ നിശ്ചയം നടക്കുന്ന കാര്യം തുമ്പശ്ശേരി കുറിപ്പ് അറിഞ്ഞിട്ടുണ്ടാവോ? ആരും പറഞ്ഞിട്ടില്ല, എന്നാലും അറിയാണ്ടിരിക്കോ? എന്നാ കമ്മല് വാങ്ങാൻ പോണ വഴിക്ക് നീ ആ തുമ്പശ്ശേരി കുറിപ്പിന്റെ അന്തരീക്ഷം കൂടി ഒന്ന് മണത്തു പിടി. സമയം നോക്കി നെഞ്ചത്ത് കുത്തുന്നവനാ കുറിപ്പ്. നിന്റെ അച്ഛന്റെ മനസ്സിൽ നിന്ന് തുമ്പശ്ശേരി കുറിപ്പുണ്ടാവും. അതാവും രാവിലെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത്.
ഇങ്ങനെ എപ്പോഴും ഉറങ്ങിയ ജീവിതം വല്ല കള്ളന്മാരും എടുത്തോണ്ട് പോവില്ല ഈശ്വര. ഏയ് ഉറങ്ങാന്ന് ആരാ പറഞ്ഞത്? ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനസ്സിലിട്ട് ഇങ്ങനെ, അതിനിടയ്ക്ക് നീ എവിടെയാ പോയത്? എനിക്ക് എന്റെ കുട്ടിക്ക് വേണ്ടി ഇന്നിത്തിരി പ്രാർത്ഥിക്കാതെ വയ്യേ. മാഷുക്ക് വേണ്ടി പെറുക്കിയതാ. നല്ല വാസനയുണ്ട്. പന്തലൊക്കെ ഉയർന്നല്ലേ? ഒക്കെ ദിനകരന്റെ സാമർഥ്യ. ഒന്നിലും ഞാൻ തലയിടുന്നില്ല. ഇതാ ഇവിടെ ഇങ്ങനെ ചാരിക്കിടക്കും, ഉറക്കം വരുമ്പോ ഉറങ്ങും. രാധയ്ക്ക് ആലോചിച്ച സഹദേവനെ ഫോട്ടോയിൽ കാണാൻ ഇത്തിരി ചന്തമൊക്കെ ഉണ്ടല്ലേ? നീ കണ്ടത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സഹദേവൻ. ഇത് ഇന്നലെ രാത്രി എനിക്ക് ശങ്കരൻ മേസ്ത്രി തന്ന കളറ് സഹദേവൻ. നീ സഹദേവനെ കളറില് കണ്ടിട്ടില്ലല്ലോ. കൃഷ്ണ, 11 വർഷമായി നമ്മൾ തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന എൻ്റെ സ്പെയർ പാർട്സ് കടയുടെ ഷട്ടറാണ് ഞാനിപ്പോൾ ഉയർത്തിയത്. ഇന്ന് എൻ്റെ ദാമ്പത്യ ജീവിതത്തിൻ്റെ ഷട്ടറും ഉയർത്തുന്ന ദിവസമാണ്. സത്യസന്ധതയ്ക്ക് പ്രസിഡന്റിന്റെ സ്വർണ്ണ മെഡൽ വാങ്ങിയ നാരായണൻ മാഷിയുടെ മകൾ രാധ ഇന്ന് എൻ്റെ ജീവിതത്തിലേക്ക് നിന്റെ സമ്മതത്തോടെ കടന്നു വരികയാണ്. നീ ഞങ്ങളെ സത്യസന്ധമായി ഒന്ന് അനുഗ്രഹിക്കണം. വന്ന് വന്ന് എനിക്ക് ഈശ്വരന്മാരിലൊന്നും വിശ്വാസമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ തറപ്പിച്ച് പറയുന്നത്. നിനക്കൊന്നും തോന്നരുത്. 1 കിലോ വെളിച്ചെണ്ണ 2 കിട്ട് പപ്പടോ. എന്താ പേര്? ചാരുക്കുട്ടി. എന്നാ രാരുക്കുട്ടി, ഇവിടെ വാഹനങ്ങൾക്ക് പറ്റുന്ന വെളിച്ചെണ്ണയുണ്ട്. അത് വേണമെങ്കിൽ ഒരു 5-6 കിലോ തരാം. പിന്നെ പപ്പടം, ഞാനിവിടെ ഇത്തരം പപ്പടം മാത്രമേ വിൽക്കാറുള്ളൂ. ഇതൊരു കെട്ടിന് 19,000 രൂപ വരും. അല്ല, നാടൻ പപ്പടം കിട്ടില്ലേ? നാടൻ പപ്പടം സ്പെയർ പാർട്ടായി ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇക്കാലം വരെ ഭൂമിയിൽ ഇറങ്ങിയിട്ടില്ല. ഇനി ഇറങ്ങാനും പോകുന്നില്ല. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞു പോരെ. ചൂടാവണോ? എനിക്കിത് ഇത്തിരി ചൂടുള്ള ദിവസം, ഞാൻ ചൂടാവും. മുമ്പ് വന്ന ആലോചനകളൊക്കെ ആ തുമ്പശ്ശേരി കുറുപ്പ് കലക്കിയപ്പോ രാധയുടെ കാര്യത്തില് എന്തൊരു പേടിയായിരുന്നു നമുക്ക്. ഇവന് പണ്ട് മുതലേ രാധയെ ഇഷ്ടായിരുന്നു എന്ന് ശങ്കരമേശ്വരി പറഞ്ഞപ്പോഴല്ലേ ഞാൻ തന്നെ അറിയണത്. സ്നേഹിച്ച പെണ്ണിനെ കല്യാണം കഴിക്കാൻ സാധിച്ചല്ലോ എന്നുള്ള സന്തോഷം കൊണ്ട് ഫോട്ടോ എടുത്തപ്പോ കരഞ്ഞു. അതാ മുഖത്തിന്റെ ഷേപ്പിന് ഇത്തിരി വളവും തിരിവും ഒക്കെ വന്നത്. എന്റെ മോളെ പൊന്നുപോലെ നോക്കുമല്ലേ? നോക്കും. മക്കളെ ഇത്രയും സ്നേഹിക്കുന്ന ഒരച്ഛനും അമ്മയും ഇവിടെ ഇങ്ങനെ ഇരിക്കണില്ലേ? അവന് നമ്മുടെ മോളെ പൊന്നുപോലെ നോക്കാതിരിക്കാൻ കഴിയൂ? എന്താടി? എന്താടാ? ഇവളെന്താ ഈ കഥകളി ആടണേ? അച്ഛാ, അച്ഛാ, അമ്മയ്ക്ക് വിളക്ക് വെക്കാൻ പോണ്ടേ? ദാമോളെ വിളക്ക് കിട്ടിയോ ചെറിയമ്മേ? കിട്ടി. ഏടത്തി എന്ത് വിശേഷം ഉണ്ടെങ്കിലും ഈ വിളക്കല്ലേ മാഷ കത്തിക്കാറ്. ഇന്ന് ഇത് തന്നെ കത്തിച്ചാ മതി. എവിടെ? എന്താ അച്ഛാ? മാഷക്ക് എന്താ വയ്യേ? അല്ല, അമ്മണി ഇപ്പോ ഇവിടെ വന്നിരുന്നു. എന്റെ ഏടത്തിയെ മാഷ എടുത്ത് കണ്ടു. മാഷ എടുത്ത് കണ്ടു. എപ്പോ? ഇപ്പോ. അച്ഛാ പതുക്കെ. ആ പണിക്കര് പോക്കോ, പോയി പന്തല് കെട്ടിക്കോ. പഴയ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുന്ന ഒന്നും ഈ ദിവസം ചെയ്യരുതെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞതാ. അത് കേൾക്കാതെ നീ ആ വിളക്കെടുത്ത് നിറം വെപ്പിക്കണ കണ്ടപ്പോഴേ ഇന്നിവിടെ അമ്മണിയടുത്ത് വരുമെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഏടത്തിയെ ദഹിപ്പിച്ചെടുത്ത് വിളക്ക് വെച്ച് അനുഗ്രഹം വാങ്ങാൻ പോവാ എന്റെ കുട്ടി. അതറിഞ്ഞ പോലെ ഏടത്തി വന്നില്ലേ? ഇതിലപ്പുറം ഒരു ഭാഗ്യം എന്താ എന്റെ കുട്ടിക്ക് വേണ്ടത്? മരിച്ച് സ്വർഗത്തിൽ കിടക്കണ നിന്റെ ഏടത്തി ഇവിടെ കല്യാണ നിശ്ചയം അറിഞ്ഞ് ഓടി പിടിച്ചു വരുമല്ലേ. ഇവിടെ ഭൂമിയിലുള്ളവർക്ക് തന്നെ സമയത്തിന് വണ്ടിയും ബസ്സും കിട്ടണില്ല, പിന്നെ മരിച്ചോർക്ക്. അമ്മയുടെ കണ്ണാടിയിലും നോക്കിയാ ഞാൻ കണ്ണെഴുതിയെന്ന് അമ്മ അച്ഛനോട് ഇപ്പൊ പറഞ്ഞു അത്രേ. അച്ഛനാണെങ്കി ആ മുറിയിൽ വന്നിട്ടുമില്ല. ഏടത്തി എനിക്കൊന്നും കാണാൻ സാധിച്ചില്ലല്ലോ. ഒരു വിശേഷം ചോദിക്കാനും പറ്റിയില്ല. ഇത്രടം വന്നിട്ട് എന്റെ മുന്നിലൊന്ന് വരാണ്ട് പോയല്ലോ. ഏടത്തി തടി വെച്ചിട്ടുണ്ടോ മാഷേ? മരിച്ച് ഭസ്മായി തിരുനെല്ലി കൊണ്ട് ഒഴുകിയിട്ട് കൊല്ലൊരുപാടായി. ആ ആളപ്പൊ തടി വെച്ചിട്ടുണ്ടോന്ന്. വയസ്സുകാലത്ത് തലയ്ക്ക് ചൂട് പിടിക്കുമ്പോ ഏത് മാഷ്ക്കും ഇതൊക്കെ തോന്നും. അമ്മണിയടുത്ത് കൈയും വീശി വന്നേ ഉള്ളൂ. വരുമ്പോ തനിക്കൊന്നും കൊണ്ടുവന്നില്ലേ? അവൾ ഇത്തിരി പൂ കൊണ്ട് തന്നു. അത് നന്നായി. മരിച്ചാലെന്താ, അമ്മണിയടുത്തേക്ക് സ്വർഗത്തിൽ ഇപ്പൊ പൂക്കച്ചോടുണ്ടല്ലോ.
റേഷൻ വാങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. ചെറിയച്ച, നമ്മുടെ പറമ്പിലേക്കുള്ള വഴിയിൽ കുറുപ്പന്മാര് വേലി കെട്ടിപ്പൊക്കി. കമ്മൽ വാങ്ങിക്കാൻ പോയി ദിനകരേട്ടൻ കുറുപ്പന്മാരായിട്ട് ഒട്ടക്കി നിൽക്കുക. ഇപ്പൊ അടി പൊട്ടും. അടിപൊട്ടെ. ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാല് പട്ടിക്കിട്ട് കൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിയും അവിടെ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല്. പോടാ. പിന്നെ ഞാനൊന്ന് വെച്ചേക്കൂടാ. എന്താടാ കോഴിക്കാല? കോഴിക്കാല് നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ. സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തല ധരിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറഞ്ഞു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണ മാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരോട് പറമ്പിന്റെ വഴിയാടോ? നീ ഇങ്ങോട്ട് വന്നേ. വീട് നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ട ഈ കാട്ടുപൊത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പോഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തെ. കല്യാണത്തിന് മാല ഇടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറിപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഹൈ ജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ, ചവിട്ടി പൊളിച്ചിങ്ങോട്ട് വാടാ. വേണ്ട, മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറൊരു കളി കളിക്കണത്? അതേ കളി. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണു തന്നു. ഞാൻ താണു തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കാലിലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. തുമ്പശ്ശേരി എങ്ങനാ വെട്ടും കുത്തും ഒക്കെ കഴിഞ്ഞ് ഇങ്ങ എത്താൻ എത്ര വൈകാറുണ്ടോ? വെട്ടാനും കുത്താനും അധികം നേരമൊന്നും വേണ്ടല്ലോ. ഇന്നാരെങ്കിലും തിരിച്ചു വെട്ടി കാണും. അതാ ഇത്രയും താമസം. ചിന്നക്കുറിപ്പ് എങ്ങനാ? ഇവിടുള്ള ആൾക്കാരെ പോലെ ഈ ചോര കുടിക്കുന്ന കൂട്ടത്തിലാണോ? ചോര കുടിക്കുവോന്ന് ചോദിച്ചാൽ ആ കാര്യത്തിൽ ഞാനും തുമ്പശ്ശേരി ഒറ്റക്കെട്ട. അതുകൊണ്ടല്ലേ വത്സലകുമാരി അമ്മയുടെ അനിയൻ ചന്ദ്രപ്പന് എന്റെ രുക്മിണിയെ കല്യാണം ആലോചിച്ച് തുമ്പശ്ശേരി വന്നപ്പോ ഞാൻ ഇതുവരെ എതിരൊന്നും പറയാഞ്ഞ്. ഇനി രുക്മിണി എങ്ങനെയാണോ ആവോ? അവളും ചോര കുടിക്കും എന്തോ. വത്സലകുമാരി അമ്മ പേടിച്ചു അല്ലേ? എന്നാ കേട്ടോളൂ, എന്റെ രുക്മിണി പാവാ. അവൾക്കൊരു തുമ്പപ്പൂ പറിച്ചെടുക്കാനുള്ള ധൈര്യം പോലും ഇല്ല. പിന്നല്ലേ ചോര. ആ ശവത്തിന് ഒരു നേരത്തെ ഇതിനകത്ത് കാണില്ല. എവിടെ പോയി കിടക്കാണോ എന്തോ. രുക്മിണി, രുക്മിണി, തെണ്ടി നടക്കാവും. തെണ്ടന്റെ പ്രായല്ലേ ആശ്രീകരം. രുക്മിണി, രുക്മിണി. ഒരു പണി എടുക്കില്ല, ഒരു വസ്തു ചെയ്യില്ല. ഏത് നേരം നോക്കില്ല തള്ളയുടെ മടിയില്ല. ആ തള്ളയ്ക്കാണെങ്കിൽ അതിനെ താലോലിക്കണത് പാൽപ്പായസം കുടിക്കണ പോലെ. ശരിക്ക് തേക്കടി. രുക്മിണി, രുക്മിണി, നിക്കടി. തള്ളയ്ക്ക് അമൃതത്തെ വിളമ്പുന്നതിന് മുമ്പ് ആ കുളിമുറിയിൽ ഇത്തിരി വെള്ളം കോരി വെച്ചൂടെ നിനക്ക്? അതും ഞാൻ ചെയ്യണോ? എന്താടി നോക്കി പേടിപ്പിക്കണേ? ഇടി മഴയൊക്കെ കേൾക്കണുണ്ടല്ലോ. അകത്ത് മഴ പെയ്യുന്നുണ്ടോ? മഴ മാത്രല്ല, കൊടുങ്കാറ്റും ഉണ്ട്. ഇപ്പൊ കുളിമുറിയിൽ വെള്ളം കോരി വെക്കാത്തതാ പ്രശ്നം. ഞാൻ കോരി നിറച്ച വെള്ളത്തിൽ മുങ്ങി കുളിച്ച് വന്നിട്ടാ ഈ പറയണ. എന്താ അരിദോശ? 3 ഗോതമ്പ് ദോശ വിഴുങ്ങിയാലൊന്നും മുത്തശ്ശിക്ക് വിശപ്പ് മാറില്ല. അതുകൊണ്ട് 2 അരിദോശ ഞാൻ കട്ടു. സ്വന്തം വീട്ടിൽ നിന്ന് അരിദോശ കക്കേ? സ്വന്തം വീട്ടിൽ കള്ളന്മാരുണ്ടായാ പിന്നെ കക്കാതെ വിശപ്പ് മാറുവോ? തുമ്പശ്ശേരി തറവാട്ടില് കല്യാണം ആലോചിച്ച് നടക്കുക അങ്ങേര്. അവിടുത്തെ ആണുങ്ങളുടെ കയ്യിൽ എത്തുക വേണ്ടു. അനുഭവിച്ചോളും. എന്നെ തുമ്പശ്ശേരി കുറുപ്പിന്റെ നരിമടയിലേക്ക് എറിയാൻ പോവെന്ന് പറയണ. എന്റെ കുട്ടി ആ നരിമടയിലേക്ക് എറിയാൻ ഞാൻ സമ്മതിക്കില്ല. ഈ തറവാട്ടിന്റെ വലിച്ചാനിയ ഈ കാണുന്നത് മുഴുവൻ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. അവന്റെ ഭസ്മ അവിടെ മുഴുവൻ മാറി നടക്കണത്. നിന്റെ മനസ്സിന്റെ കരച്ചില് കാണാണ്ടിരിക്കൂ അവൻ. വരൂ,
നിന്നെ രക്ഷിക്കാൻ ഒരാള് വരും, ഉറപ്പായിട്ടും വരും. എന്റെ കൃഷ്ണ. എന്തേ? ഈ പൂവ് എങ്ങനെയാ അമ്മിണിക്ക് കിട്ടിയേ? അമ്മിണി നേരത്തെ കുറച്ച് പൂ തന്നു എന്ന് പറഞ്ഞപ്പോ അവൾക്ക് എന്താ സ്വർഗത്തിൽ പൂക്കച്ചവടാണെന്നല്ലേ നീ ചോദിച്ചത്? അവള് തന്നത് ദാ ഈ പൂവാ. അവളെ ദഹിപ്പിച്ച ഈ സ്ഥലത്ത് ഞാൻ അന്ന് നട്ട ചെടിയാ ഈ വളർന്ന് പൂത്ത് നിൽക്കണത്. ഇതിങ്ങനെ പൂത്തത് ആദ്യമായിട്ട് ഞാൻ കാണണേ. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം. അവൾ ഇപ്പോഴും എന്റെ കൂടെയുണ്ട്. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഈ 2 മക്കളെയും വെച്ച് ഞാനിങ്ങനെ ജീവിക്കുന്നത്. എന്റെ അമ്മിണി, നിന്റെ ജീവൻ രക്ഷിക്കാനാ തുമ്പശ്ശേരി കുറുപ്പിന് ഞാൻ ഈ മണ്ണ് പണയം വെച്ചത്. ആ കുറുപ്പ് എന്നെ ചതിച്ചു. ഈ മണ്ണ് തിരിച്ചു വാങ്ങി നിനക്ക് മോക്ഷം തന്നിട്ടേ ഞാൻ മരിക്കൂ. അതിനു മുമ്പ് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും എന്റെ മക്കളെ വിട്ട് ഞാൻ നിന്റെ അടുത്തേക്ക് വരില്ല. എനിക്കെന്നും നമ്മുടെ മക്കൾ കൂട്ടിനുണ്ട്. അവരെ നീ നല്ലപോലെ അനുഗ്രഹിക്കണം. കൊച്ചുകൃഷ്ണ, തുമ്പശ്ശേരി കുറുപ്പ് എന്റെ മാഷയും കുട്ടികളെയും ചതിക്കോ കൊച്ചുകൃഷ്ണ? അവരെ ഒറ്റയ്ക്കാക്കി പോവല്ലേ? ഏയ്, അവരെ ഞാൻ ഒറ്റയ്ക്കാക്കേ. നല്ല കഥ. അമ്മണിയടുത്ത് വിഷമിക്കാണ്ടിരിക്കി. തുമ്പശ്ശേരി കുറുപ്പിന്റെ അടിവേര് മാന്തി ഞങ്ങൾ ഈ പറമ്പ് തിരിച്ചു പിടിക്കും. എന്താ പോരെ? മതി. ആ ഓലൊന്ന് മാറ്റി ഒരാളങ്ങോട്ട് കടന്നോട്ടെ. ഓലയിൽ കിടക്കാനോ? ഇത് മെയ്യാനുള്ളതാ. ആ കിണറ്റിന് വെള്ളം കോരുക. കിണറ്റിൽ ആരും ഇല്ലേ? ഇവക്കൊരു കമ്മല് വാങ്ങാൻ രാവിലെ ദിനകരൻ പോകുമ്പോ തുമ്പശ്ശേരി കുറുപ്പ് വേലി കെട്ടി ഉടക്കി വെറുതെ സമയം പോയി. എന്നാൽ അത് പിന്നെ വാങ്ങിയാ മതി ദിനകരാന്ന് ഞങ്ങളൊക്കെ പറഞ്ഞതാ. അവനത് ഇന്ന് തന്നെ വാങ്ങണമെന്ന് ഒരേ നിർബന്ധം. ചിരിയെടുത്ത് എന്തിനാ കരയണേ? കണ്ണില് വെള്ളം നിറഞ്ഞല്ലോ. സന്തോഷം കൊണ്ട് പെൺകുട്ടികൾക്ക് ഇത്രയും സ്നേഹമുള്ള ഏട്ടന്മാരുണ്ടാവുന്നത് ഒരു ഭാഗ്യം തന്നെ. എനിക്ക് അങ്ങനെ ഒരെണ്ണത്തിന് ദൈവം തന്നില്ല. ഓ, തുടങ്ങിയോ? ഉരുട്ടം വരട്ടെ പഠിക്കരെ. വരണ്ട ആൾക്കാരെ എത്താൻ ഇത്തിരി താമസം ഉണ്ടാവോ സംശയം. അവരും കൂടി വന്നിട്ട് ഉരുട്ടുന്നല്ലേ ഭംഗി. അതിന് വരണ്ട ആൾക്കാരല്ലല്ലോ ഞാൻ ഉരുട്ടുന്നത്, കബഡിയല്ലേ? ശരിയാണല്ലോ. ഉരുട്ടിക്കോളോ, ഞാൻ പറഞ്ഞ എത്ര കാര്യാക്കട്ടെ. വന്നു വന്നു മാഷേ, വന്നു. മോളെ മോളെ, ചെക്കന്റെ അച്ഛനും കൂട്ടരും വന്നു മോളെ. എന്റെ ഇടത്തേക്ക് സന്തോഷാവും, സന്തോഷം. മലതി, അവര് വന്നു. കേറി വരിക. ഞാൻ വൈകിയോ? ഏയ്, ഉരുട്ടി ഇങ്ങോട്ട് എടുക്കണുള്ളൂ. ഇരിക്ക. മുഹൂർത്തം തെളിയണ നേരത്ത് തന്നെ പെങ്ങൾക്ക് ഇത്തിരി സ്വർണ്ണമായിട്ടാണ് ഏട്ടന്റെ വരവ്. ഇതിനപ്പുറം ഒരു മഹാഭാഗ്യം സഹദേവന് എന്താ വേണ്ടത്? മേസ്ത്രി പറ. ഒന്നും പറയാനില്ല. എന്റെ മോന സഹദേവൻ. ആരും അറിയാതെ അവൻ സ്നേഹിച്ച ദേവകന്യകയാ മാഷിന്റെ മോള് രാധ. മകൻ സ്നേഹിച്ച കന്യകയെ മകന് വിവാഹം കഴിച്ചു കൊടുക്കുന്നതാ പിതാവിന്റെ ധർമ്മം. അതെ, ആ ധർമ്മം ഞാൻ ചെയ്യുന്നു. അതിനിങ്ങനെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും കണക്ക് പറയേണ്ട യാതൊരു ആവശ്യമില്ല. കവടി ഉരുട്ടേ ഉള്ളൂ മുതലാളി. ഇതുവരെ ഉറച്ചിട്ടില്ല. അധികാരി അയ്യപ്പ പണിക്കര്, തുന്നക്കാരൻ നാരായണൻകുട്ടി, പോസ്റ്റ്മാൻ മൈതൂട്ടി, കറവക്കാരൻ നാരായണൻ, അമ്പലക്കമ്മിറ്റി പ്രസിഡന്റ് സദാശിവ മേനോൻ, ശാന്തിക്കാരൻ അച്ചൂട്ടി. അങ്ങനെ ഈ നാട്ടിലെ സകല നാറികളും നിരന്നങ്ങനെ ഇരിപ്പുണ്ടു. മുതലാളി മാത്രം അവിടെ ഇല്ല. ആ അധികാരിയുടെയും ഹെഡ് കോൺസ്റ്റബിൾ കൊച്ചുകൃഷ്ണന്റെയും ഒക്കെ ഒരു തലക്കനം കാണണം. ഇരുത്തം കണ്ട ഇതിലും വലിയ തലയൊന്നും ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാന്ന് തോന്നും. ഓ, സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മുതലാളി. മുതലാളി പോവാഞ്ഞതും നന്നായി, അവര് മുതലാളിയെ വിളിക്കാഞ്ഞതും നന്നായി. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. വേണ്ട, മൊത്തത്തിലൊന്നു കണ്ട് എന്താ അവരുടെ തീരുമാനം എന്ന് ഇവിടെ വന്ന് പറ. എന്നിട്ട് വേണം എനിക്കൊരു ഗോൾ അടിക്കാൻ. ഓ, ഈ വരുന്ന 23-ാം തീയതി രാവിലെ ധനുരാശി കഴിയുമ്പോൾ ഒരു മുഹൂർത്തമുണ്ട്. പിന്നെ 7-ന് ചിങ്ങരാശിയിൽ ശുക്രോദയത്തിന് മുമ്പ് ഒരു മുഹൂർത്തമുണ്ട്. ഇക്കൊല്ലം കിട്ടാവുന്നതിൽ ഏറ്റവും നല്ല മുഹൂർത്തമായിരിക്കണം അല്ലേ അച്ഛാ? ആയിക്കോട്ടെ,
ഒരു ഉശിരുള്ള മുഹൂർത്തായിക്കോട്ടെ എന്നാ സഹദേവൻ പറഞ്ഞത്. അങ്ങനെ ഒരെണ്ണം കിട്ടുമോ മോനെ? പിന്നെന്താ, സഹദേവന് ഉശിരുണ്ടെങ്കിൽ ഉശിരുള്ള മുഹൂർത്തം തന്നെ നമ്മൾ പിടിക്കണം. അങ്ങനെയാണെങ്കിൽ ഈ തുലാം 16-ന് ചന്ദ്രനും വ്യാഴവും ഏറ്റവും ഉശിരോട് ഒരേ രാശിയിൽ വരുന്നുണ്ട്. അവര് വന്നോട്ടെ, അവർക്ക് ഇത്തിരി ഉശിരുണ്ടായിക്കോട്ടെ. അന്ന് കാലത്ത് 10 കഴിഞ്ഞ് 10:45 ഒരു മുഹൂർത്തമുണ്ട്. അതിലും ഉശിരോടൊരു മുഹൂർത്തം ഈ പഞ്ചാംഗത്തിൽ ഞാൻ കാണുന്നില്ല. എന്നാ വേറെ പഞ്ചാംഗം വാങ്ങാം. വാങ്ങിയിട്ട് കാര്യമില്ല, അതിലും കാണില്ല. തുലാം 16 എന്ന് പറയുന്നത് അത്ര ദൂരത്തൊന്നുമല്ല, അത് പെട്ടെന്ന് എത്തും. എപ്പോ വേണമെങ്കിലും എത്തിക്കോട്ടെ. ഞങ്ങളുടെ ഭാഗത്ത് സഹദേവൻ റെഡിയല്ലേ മോനെ? ഒരാൾ മാത്രം റെഡിയായ എങ്ങനെയാ കല്യാണം നടക്കുന്ന സംശയം. എല്ലാരോടും കൂടി ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. എന്ത് കാര്യവും വെച്ച് താമസിപ്പിക്കുന്നതിലും ഒരർത്ഥമില്ല. ഇല്ല ഇല്ല, നേരത്തെ കല്യാണം കഴിച്ചാ അത്രയും നല്ലത്. അതോടെ അതെന്താണെന്ന് അങ്ങോട്ട് പിടികിട്ടൂലോ. അത് ശരിയാ. നിങ്ങളുടെ ഈ സ്നേഹവും സന്തോഷവും കാണുമ്പോ ഇങ്ങനെ ഒരു ജന്മം തന്നതിന് ഞാൻ ഈശ്വരനോട് നന്ദി പറയാ. ഏത് മുഹൂർത്തായാലും ശരി, എന്റെ കുട്ടിയുടെ കല്യാണം എല്ലാവരും കൂടി അങ്ങോട്ട് നിശ്ചയിക്കുക. എനിക്ക് എന്റെ മോളുടെ കഴുത്തില് സഹദേവൻ മിന്നു കെട്ടുന്നത് കാണണം. എനിക്കും എന്റെ മക്കൾക്കും അവന്റെ അത്രയ്ക്ക് ഇഷ്ട. ഇനിയിപ്പോ ആരെങ്കിലും ഇതൊന്ന് തീരുമാനിച്ചില്ലേ മാഷ് അവിടെ ഇരുന്ന് കാര്യം? ഓ, തീരുമാനിക്കാനൊന്നുമില്ല, അത് തന്നെ മുഹൂർത്തം. എന്താ ഉച്ചകൃഷ്ണ, എന്താ മേസ്ത്രി, എന്താ ഇവിടെ ചോദിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്താ ദിനകര? മതി, അത് ഉശിരുള്ള മുഹൂർത്തം തന്നെയാ. അപ്പോ വരുന്ന തുലാമാസം 16-ാം തീയതി മുഹൂർത്തം. മുഹൂർത്തം അടുക്കും തോറും ഉശിര് കൂടി കൂടി എല്ലാവരും ഒത്തുചേർന്ന് ഉശിരായി ഈ കല്യാണം നടത്തും. ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഉമ്മ വച്ചും തുലാം 16-ന് അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ, പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ? 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും.